നമസ്കാരം, ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പൊതുവെ സമാധാനകാംക്ഷികളായ ക്രൈസ്തവ ജനത വിവാദങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്നാൽ അത്തരം നിലപാടുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പൊയ്മുഖം കാണിച്ചെത്തുന്ന രാഷ്ട്രീയ കൗശലങ്ങളുടെ സാമർഥ്യങ്ങൾ കടുത്ത അരക്ഷിതാവസ്ഥയാണ് ക്രൈസ്തവർക്ക് സമൂഹത്തിൽ സമ്മാനിച്ചത്. ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഒട്ടുമിക്കാലുമെല്ലാം തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന അവസരവാദപരമായ നിലപാടുകൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് മുമ്പിൽ ഒന്നും മിണ്ടാതെ നിന്നാൽ കാൽച്ചുവട്ടിലെ മണ്ണ് വെട്ടി വലിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ദുരവസ്ഥ തിരിച്ചറിഞ്ഞപ്പോഴാണ് ക്രൈസ്തവ സമൂഹത്തിന് ഇത്തരം പ്രതിഷേധങ്ങളിലേക്ക് തിരിയേണ്ടി വന്നത്. ഇപ്പോൾ കേരളത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സാമ്പിൾ വെടിക്കെട്ടുകൾ ശ്രദ്ധിച്ചിട്ടുള്ള മാന്യ പ്രേക്ഷകർക്ക് ഷെക്കൈന ന്യൂസ് ചാനലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. മാറി മാറി വരുന്ന കാലാവസ്ഥയോടും തെറ്റിയ നയങ്ങളുള്ള ഭരണകൂടത്തോടും പിന്നെ വിവേചനശേഷിയില്ലാത്ത വന്യമൃഗങ്ങളോടും മല്ലുവെട്ടിയാണ് മലബാറിലെയും ഹൈറേഞ്ചിലെയും മലയോര കർഷകർ ഉപജീവനത്തിന് വഴിതേടുന്നത്. റബ്ബർ അടക്കമുള്ള വിളകൾക്ക് വില ഇരട്ടിയാക്കാമെന്ന് പറഞ്ഞ് ക്രൈസ്തവരുടെ കൂടി വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയവർ മലയോര കർഷകരുടെ ആവലാതികൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ നെല്ലിപ്പലക തകർന്ന കർഷകരുടെ പ്രതിഷേധമാണ് കത്തോലിക്ക കോൺഗ്രസ് കണ്ണൂർ ആലക്കോട് സമ്മേളനത്തിൽ വെച്ച് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാമ്പാനിയുടെ അധരങ്ങളിലൂടെ പുറത്തേക്ക് വന്നത്. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം, നിങ്ങളുടെ പാർട്ടി ഏതായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ഒരു എംപിയും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ കുടുംബങ്ങൾ ഗതികേടിന്റെ മറുകരയിലേക്ക് നീന്തുന്നവരാ. അവർക്ക് അതിജീവനത്തിന് വേണ്ടി അല്ലയോ സർക്കാർ, അത് BJP സർക്കാരായിക്കോട്ടെ, ഇടതുമുന്നണി സർക്കാരായിക്കോട്ടെ, കോൺഗ്രസ് സർക്കാരായിക്കോട്ടെ, റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിക്കുകയും അത് ഉത്തരവാദിത്വത്തോടെ നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് ഒറ്റക്കെട്ടായി തീരുമാനിക്കാതെ കാലങ്ങളായി മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്തണമെന്നുള്ള ലക്ഷ്യത്തോടെ സംസാരിച്ച പിതാവിൻ്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് കേരളത്തിലെ ക്രൈസ്തവരും BJPയും തമ്മിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് കൂട്ടുകെട്ടുണ്ടാക്കുന്നുവെന്നുള്ള മഹത്തരമായ കണ്ടുപിടുത്തം നടത്തിയ കേരളത്തിലെ മാധ്യമങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി മൈക്കും എടുത്തു പിടിച്ച് തലശ്ശേരി അരമനയിലേക്ക് പാടി. അവർക്കും കിട്ടി പിതാവിൻ്റെ കയ്യിൽ നിന്ന് നല്ല കൃത്യമായ മറുപടി. BJPയെ സഹായിക്കാമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഏത് മുന്നണി ആയിക്കോട്ടെ, ഇടതുമുന്നണി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നയം രൂപീകരിക്കാൻ സാധ്യതയുള്ളത് കേന്ദ്രം ഭരിക്കുന്ന BJPക്കാണ്. അതുകൊണ്ടാണ് BJP സർക്കാർ ഈ റബ്ബറിന്റെ ഇറക്കുമതി തീരുവയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും റബ്ബറിന്റെ വില 300 രൂപയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ കേന്ദ്ര ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ ഇവിടുത്തെ മലയോര കർഷകർ തയ്യാറാകുമെന്ന് പറയും. ജപ്തി നോട്ടീസുകൾ കുടുംബങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മുമ്പോട്ട് നോക്കുമ്പോൾ സമ്പൂർണമായ അന്ധകാരം മാത്രമാണ് കർഷകന്റെ മുമ്പിലുള്ളത്. ആ ഒരു പ്രതിസന്ധിയിൽ കർഷകർക്ക് ഇപ്പോൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആകെ കൂടിയുള്ള അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് റബ്ബർ കൃഷിയാണ്. ആ റബ്ബറിനെ ആരാണോ പിന്തുണയ്ക്കുന്നത് അവർക്ക് ഞങ്ങൾ പിന്തുണ നൽകും എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും വെച്ചുകൊണ്ടല്ല. റബ്ബറിനെ 300 രൂപയാക്കി തങ്ങളെ സഹായിച്ചാൽ തങ്ങളും തിരിച്ചു സഹായിക്കാമെന്ന പാമ്പ്ലാനി പിതാവിൻ്റെ പ്രസംഗം മലയോര കർഷകരുടെ മുഴുവൻ വികാരങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. പിതാവ് ക്രൈസ്തവരുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, നാനാജാതി മതസ്ഥരായ മുഴുവൻ കർഷകർക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്.
അതിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് ക്രിസ്ത്യാനികൾ BJPയെ സഹായിക്കും എന്നാക്കി മാറ്റിയത്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി കേരളം ഭരിക്കുന്ന ഇടത് വലത് കക്ഷികൾ കേരളത്തിലെ റബ്ബർ കർഷകരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, തരം പോലെ അവർ പുറകിൽ നിന്ന് കുത്തുകയും ചെയ്തിട്ടുണ്ട്. മലയോര കർഷകർ മുഴുവൻ ക്രിസ്ത്യാനികളാണോ എന്ന ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാമല്ലെന്ന്. എങ്കിലും ക്രൈസ്തവർ പുതിയ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ആരെ സഹായിക്കണം, ആരെ പിന്തുണയ്ക്കണം എന്നൊക്കെ സഭയ്ക്ക് നന്നായിട്ടറിയാം. ക്രൈസ്തവർ അവരുടെ ബുദ്ധിയും യുക്തിയും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പണയപ്പെടുത്തിയിട്ടില്ല. വടക്കേ ഇന്ത്യയിലേക്ക് നോക്കുന്നതിന് മുമ്പ് ക്രൈസ്തവർ തെക്കോട്ട് നോക്കി കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രൈസ്തവരുടെ ന്യായമായ ആവശ്യങ്ങളെപ്പോലും അവഗണിച്ച് വോട്ട് ബാങ്ക് നോക്കി തീവ്രവാദികളെ ഒപ്പം നിർത്തി ക്രൈസ്തവരെ വെട്ടിനിരത്തുന്ന ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ നീക്കങ്ങൾ ക്രൈസ്തവർക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് വടക്കോട്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്കും ക്രൈസ്തവ സമൂഹത്തിൻ്റെ കണ്ണുകൾ കവറേജ് ചെയ്യുന്നുണ്ട്. അഭയാർത്ഥികളായി വന്ന് പൊട്ടിത്തെറികളും വെടിവയ്പും നടത്തി ക്രൈസ്തവ ഉന്മൂലനത്തിന് ലോകവ്യാപകമായി കളമൊരുക്കുന്നത് ആരാണെന്നും അവരെ വളർത്തുകയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നത് ആരാണെന്നും ക്രൈസ്തവർക്ക് നന്നായിട്ടറിയാം. ഇറാനിലും നൈജീരിയയിലും തുർക്കിയിലും സിറിയയിലും ഇപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെയായി അതങ്ങനെ നീളുകയാണ്. പെരുന്നയിലും പാണക്കാട്ടുമൊക്കെ ഇരുന്ന് മതമേധാവികൾ സമദൂരവും ശരിദൂരവും ഒക്കെ കാട്ടി സർക്കാരിനെ വിറപ്പിച്ച് കാര്യങ്ങൾ നേടുമ്പോൾ ആർക്കും ഒരു പരാതിയും ആക്ഷേപവും ഇല്ല. എന്നാൽ ഇവിടെ ക്രൈസ്തവർക്ക് വേണ്ടിയല്ല, മലയോര കർഷകർക്ക് വേണ്ടി പിതാവ് സംസാരിച്ചപ്പോൾ അതിനെ മതവാദമാക്കി മാറ്റാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ആവേശം കൊള്ളുകയാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് കാട്ടിക്കൊണ്ട് പിതാവ് തൻ്റെ പ്രസംഗത്തിൽ ഒരിടത്തും ബാർഗൈൻ നടത്തിയില്ല. കർഷകരെ സഹായിച്ചാൽ ജാതി മത ഭേദമന്യേ കർഷകരുടെ വോട്ട് മാത്രമല്ല, കർഷകരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കുന്ന മറ്റ് ജനതകളുടെ വോട്ടും ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇക്കാലം വരെ ഇടതരെയും വലതരെയും മാറി മാറി പരീക്ഷിച്ച് ചതിക്കപ്പെട്ട ജനങ്ങൾക്ക് ഇനി പര്യവശേഷിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ ഒരുപക്ഷെ BJP മാത്രമായിരിക്കാം. മലയോര കർഷകരുടെ വേവലാതികൾ കണ്ടു വളർന്ന പിതാവ് ഭരണകൂടങ്ങളുടെ വാഗ്ദാനങ്ങൾക്കപ്പുറത്ത് കർഷകർക്കൊരു സ്ഥായിയായ വിടുതൽ ഇതുവരെ കണ്ടിട്ടില്ല. അത് മലയോര കർഷകരുടെ മുഴുവൻ അനുഭവമാണെന്നിരിക്കെ അവരുടെ മുഴുവൻ വികാരങ്ങളാണ് പിതാവിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത്. ആലക്കോട് നടന്ന പ്രതിഷേധ സമ്മേളനത്തിൻ്റെ സംഘാടകൻ കൂടിയായ കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ ഏഷ്യാനെറ്റ് ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യവും ആധികാരികവും തന്നെയാണ്. കാലാകാലങ്ങളായി ക്രിസ്ത്യൻസിനെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ കാലാകാലങ്ങളിൽ സഭാ നേതൃത്വങ്ങളും അതുപോലെ സമുദായവും ശബ്ദിക്കാറുമുണ്ട്. മതവിശ്വാസത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങളെ ഒരിക്കലും ആരും അംഗീകരിക്കുന്നില്ല. അത് തെറ്റാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. അതിന്റെ പേരിൽ കർഷകന് കിട്ടേണ്ടത് കിട്ടരുത് എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? മതത്തിന്റെ പേരിൽ നമ്മൾ ആളുകളെ ശിക്ഷിക്കരുന്നു അല്ലെങ്കിൽ ആളുകളെ ഇതുപോലെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വശത്ത്, മറുവശത്ത് കർഷകന് കിട്ടേണ്ടത് കിട്ടണമെന്ന് പറയുമ്പം അതും ഇതും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. കർഷകന്റെ നേരിടുന്ന പീഡനങ്ങൾ അവഗണനയാകുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. അത്തരം അവഗണനകളെ കൂടി പരിഗണിക്കണമെന്ന് ഭരിക്കുന്ന സർക്കാരിനോട് പറയുന്നത് തെറ്റല്ല. ഓരോ വ്യക്തികൾക്കും, വൈദികനായാലും അല്ലെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ആ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കേണ്ടതാണെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യണം. ദേശീയ തലത്തിലെ ക്രൈസ്തവ പീഡനങ്ങളെ ചൂണ്ടിക്കാട്ടി BJPയെ ഒരു ഭീകര സ്വത്വമായി അവതരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയും ശ്രീ കാളാമ്പറമ്പിൽ നൽകി. എന്നാൽ അത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ BJPയിലേക്ക് പിതാവ് റബ്ബർ പാലം പണിയുകയാണെന്ന് മാധ്യമങ്ങൾ ആർത്തു വിളിച്ചു. മനോരമ കൗണ്ടർ പോയിന്റ് ചർച്ച നയിച്ച മുഹമ്മദ് റാഷിദിന് ചർച്ചയുടെ തുടക്കത്തിൽ പാംബ്ലാനി പിതാവ് നേരിട്ട് ആ കാര്യത്തിൽ വിശദീകരണം നൽകിയെങ്കിലും റാഷിദിന് അത് അത്രയ്ക്കങ്ങ് ഉൾക്കൊള്ളാനായില്ല. പിതാവ് ക്രൈസ്തവരെയും കൊണ്ട് BJPയിലേക്ക് പോകുകയാണെന്ന് തരിച്ചു വശായ റാഷിദ് തൻ്റെ സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ചർച്ച നയിച്ചപ്പോൾ ചർച്ചയിലുണ്ടായിരുന്ന BJP പ്രതിനിധി TP ജയചന്ദ്രൻ കൃത്യമായ മറുപടി പറയുകയുണ്ടായി. വളരെ കൃത്യമായിട്ട് പാംബ്ലാനി പറഞ്ഞു, ഈ രാജ്യത്തെ കർഷകരുടെ അതിജീവനത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന, ആത്മഹത്യയുടെ മുനമ്പിലെത്തിയിരിക്കുന്ന കർഷകരുടെ വേദനയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കേരളത്തെ അർഹതപ്പെട്ട ഒരു നാളികേര റബ്ബർ കർഷകൻ കൂടിയാണ് ഞാൻ. എനിക്കിതിന്റെ വിഷമം മനസ്സിലാകും.
കൃത്യമായി 120 രൂപ സബ്സിഡി പ്രകാരം കിട്ടേണ്ട തുക വർഷങ്ങളായി കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും കേരളത്തിലെ ഈ കർഷകന്റെ വേദന കേരളം അഡ്രസ് ചെയ്തിട്ടുണ്ടോ? ഒരു നാളികേര കർഷകരെ എനിക്ക് കിട്ടുന്നത് 26 രൂപയാണ്. കേന്ദ്രം MRP-യിൽ അതിന്റെ സപ്പോർട്ട് പ്രൈസിൽ ഉണ്ടാക്കിയ വർധനവ് കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ? നെൽകർഷകന് ആവശ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഈ അടിസ്ഥാനപരമായ വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യുമ്പോൾ അതിന് അദ്ദേഹം തന്നെ ചോദിച്ചു, തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാത്ത പ്രതിഷേധത്തിന് ജനാധിപത്യത്തിൽ എന്ത് സ്ഥാനം? അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ഈ രാജ്യത്തെ വേദനിക്കുന്ന, രാജ്യത്തെ ഊട്ടുന്ന കർഷകന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതിന് ആരാണോ കർഷകരെ സഹായിക്കുന്നത് അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് പലർക്കും നോവുന്നത് എന്ന്. ഈ രാജ്യത്തിലെ കർഷകന്റെ ജീവസന്ധാനം അവർ അനുഭവത്തിൽ പറയുന്നു. കഴിഞ്ഞ 6 വർഷക്കാലത്തെ അല്ലെങ്കിൽ 8 വർഷക്കാലത്തെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ആ രംഗത്ത് അല്പമെങ്കിലും ഒരു മുന്നേറ്റം നടത്തിയ ഒരു ഗവൺമെന്റ് അവർ പ്രതീക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിന് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ അതിന് യാതൊരു വിലയുമില്ല എന്നുള്ളത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന കാരണമല്ലേ? ആ അടിസ്ഥാന വസ്തുതയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതിനെ നമ്മൾ മറ്റു തരത്തിലേക്ക് വഴിതിട്ട് പിടിച്ചുന്നത് ദുരുദ്ദേശപരമാണ് എന്ന് പറയാനുള്ള മൗലികമായ ഒരു അവകാശമെങ്കിലും എനിക്ക് താങ്കൾ വകവെച്ചു തരണം. പിതാവിൻ്റെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് താമരശ്ശേരി ബിഷപ്പടക്കം പല മേലധ്യക്ഷന്മാരും രംഗത്തെത്തിയതോടെ സമനില തെറ്റിയ മുന്നണികൾ ഇപ്പോൾ പ്രതിരോധത്തിനും സമവായത്തിനുമായി പരക്കം പായുകയാണ്. പിതാവിൻ്റെ വാക്കുകൾ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ മുന്നണികൾക്ക് അങ്കലാപ്പായെങ്കിൽ ആ അങ്കലാപ്പ് അവർ സ്വയം വരുത്തി വെച്ചതാണ്. ഇനിയും അടിമകളെ പോലെ ആ ജനത ഇടത് വലത് കാപഠ്യങ്ങളിൽ വീടില്ല. തങ്ങളെ സഹായിച്ചാൽ തിരിച്ചു സഹായിക്കാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രൈസ്തവർ BJP-യെ അന്ധമായി പിന്തുണയ്ക്കുന്നുവെന്നല്ല. BJP-യുടെ അക്രമ രാഷ്ട്രീയത്തെ എക്കാലത്തും എതിർത്തിട്ടുമുണ്ട്, ഇനിയും എതിർക്കുക തന്നെ ചെയ്യും. അത്തരം നിലപാടുകൾ തിരുത്തി ക്രൈസ്തവരെ സഹായിച്ചാൽ തിരിച്ചും അത് പ്രതീക്ഷിക്കാമെന്നതും ന്യായമായ കാര്യം മാത്രമാണ്. BJP-യെ കാണിച്ച് പേടിപ്പിച്ച് ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി മുസ്ലിം തീവ്രവാദികൾക്ക് കേരളത്തെ അടിയറവ് വെച്ച് കട്ടുമുടിക്കുകയാണ് ഇവിടുത്തെ ഇടതരും വലതരും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണമില്ലാതെ ഇസ്ലാം തീവ്രവാദികൾ ക്രൈസ്തവരുടെ നെഞ്ചത്തോട്ട് കയറിയപ്പോഴൊക്കെ ഇടതന്മാരും വലതന്മാരും കമാന്നൊരക്ഷരം ഉരിയാടിയിട്ടില്ല എന്നുള്ളത് ക്രൈസ്തവർക്ക് നന്നായിട്ടറിയാം. പാംപ്ലാനി പിതാവിൻ്റെ പ്രസ്താവന ഗൗരവമുള്ളതാണെന്ന് ബോധ്യമുള്ള CPM-ൻ്റെയും കോൺഗ്രസിലെയും നേതാക്കന്മാർ നോക്കിയും കണ്ടും മാത്രം മറുപടി പറയാൻ തുനിഞ്ഞപ്പോൾ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഉൾപ്പെടാത്ത പച്ചവർഗീയവാദിയായ പഴയ സിമി പ്രവർത്തകൻ KT ജലീലാണ് അയാളുടെ ഉള്ളിൽ ഊറിക്കൂടി തണുത്തുറഞ്ഞു കിടക്കുന്ന പഴയ കഴുത്തറക്കുന്ന തീവ്രവാദ ചിന്തകൾ അവസരം പോലെ ക്രൈസ്തവരുടെ പുറത്തേക്ക് ഇറക്കി വെച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇറക്കിയത്. സിമി എന്ന തീവ്രവാദ ഭീകര സംഘടനയെ നിരോധിച്ചപ്പോൾ മുസ്ലിം ലീഗിൽ ചേക്കേറിയെങ്കിലും അവിടുന്ന് പുറത്തുപോയി തൻ്റെ കുടില തന്ത്രങ്ങളുടെ നീക്കത്തിൻ്റെ ഭാഗമായി ഇടതുമുന്നണിയിൽ കയറിപ്പറ്റി. സമാന ഹൃദയരായ ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് ബാങ്ക് കാട്ടി പിണറായിയെ പ്രലോഭിപ്പിച്ച് മലക്കം മറിഞ്ഞ് CPM-ൽ എത്തിച്ചേരാൻ ജലീലിന് വളരെ വേഗം സാധിച്ചു. പുറമേ ചെമപ്പെടുത്തെങ്കിലും പച്ച പുതച്ച മനസ്സോടെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കടുത്ത ആൾരൂപമായി നീങ്ങിയ ജലീല് പലപ്പോഴും ബോധപൂർവമായ പ്രസ്താവനകളിലൂടെ തിന്നുന്ന ചോറിനുള്ള കൂറ് അയാൾ തെളിയിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ കേരളത്തിൽ മന്ത്രിയായതിലൂടെ ജലീലിൻ്റെ കുൽസിത നീക്കങ്ങൾ വിജയിച്ചെങ്കിലും സർക്കാർ തസ്തികകളിൽ സ്വന്തക്കാരെ കുത്തിനിറച്ച് സ്വജനപക്ഷപാതം കാട്ടിയ ജലീലിൻ്റെ ഉദ്ദേശശുദ്ധിയോട് തെല്ലും കരുണ കാട്ടാതെ ലോകായുക്ത ഇയാളുടെ മന്ത്രിപ്പണി തെറിപ്പിച്ചു. ഇയാളടക്കം ഒട്ടുമിക്ക തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും സ്വപ്നമായിരുന്നു 2047 ഇന്ത്യയെ ഭരിക്കാമെന്നുള്ളത്. പതിറ്റാണ്ടുകളായി അവരതിനായി പടുത്തുയർത്തിയ പദ്ധതികളും ഇരവാദവും കരച്ചിലുമായി നടത്തിയ ആസൂത്രണങ്ങളുമെല്ലാം വിജയത്തിലേക്ക് എത്തുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടായ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ അതെല്ലാം പൊളിച്ചടുക്കി റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയവരെ തുറുങ്കിലടച്ചത്. അങ്ങനെ ആകപ്പാടെ ഇച്ഛാഭംഗം പിടിപെട്ട ജലീല് തൻ്റെ ഏമാന്മാരെ സുഖിപ്പിക്കാൻ പാക് അധീന കാശ്മീരിനെ
ആസാദി കാശ്മീർ എന്ന് വിളിച്ചും നിലനിൽപ്പിന് വേണ്ടി പിണറായി സ്തുതികൾ പാടിയും കാലം കഴിക്കുമ്പോഴാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ജലീൽ വഴിവിട്ട കളികൾ നടത്തിയെന്നുള്ള ആരോപണവുമായി സ്വപ്ന രംഗത്തെത്തിയത്. അതോടെ കേരള രാഷ്ട്രീയത്തിൽ മുഖം വികൃതമായ ജലീല് വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്ന വൈദികരെ പുലഭ്യം പറഞ്ഞും ഹിജാബിനെ തള്ളിക്കളഞ്ഞ ഇറാൻ വനിതകളോടുള്ള കലിപ്പ് ക്രൈസ്തവ സന്യാസിനിമാരുടെ ശിരോവസ്ത്രത്തിലേക്ക് ചാർത്തിയും അവസരം പോലെ വർഗീയത പുലമ്പിയും നീങ്ങുമ്പോഴാണ് നട്ടലുള്ള പ്രസ്താവനയുമായി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി രംഗത്ത് വരുന്നത്. അതോടെ കീഴ്മേൽ മറിഞ്ഞ ഇടത് പാളയത്തിലെ വലിയ പുള്ളിയാണ് താനെന്ന് കാണിക്കാനാണ് അവസരവാദിയായ ഈ വർഗീയവാദി പോസ്റ്റും കൊണ്ട് ഇറങ്ങിയത്. വെട്ടും ചെത്തും എന്നൊക്കെ പറഞ്ഞ് ജലീൽ ഓലപ്പാമ്പ് കാണിച്ചാൽ അത് കണ്ട് ക്രൈസ്തവർ നാട് വിടുമെന്നാണോ ഈ വിദ്വാൻ കരുതിയിരിക്കുന്നത്? മണ്ണിനോടും മലമ്പാമ്പിനോടും പ്രതികൂല കാലാവസ്ഥകളോടും വന്യമൃഗങ്ങളോടുമൊക്കെ പൊരുതി ജയിച്ചിട്ടുള്ള ക്രൈസ്തവര് പേടിച്ചില്ലെന്ന് മാത്രമല്ല ചുട്ട മറുപടി നൽകി ജലീലിനെ വാരി അലക്കുകയും ചെയ്തു. PC ജോർജ് ആകട്ടെ സ്വതസിദ്ധമായ ശൈലിയിൽ അതിശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് ജനം TV ചർച്ചയിൽ ജലീലിനെ കടന്നാക്രമിക്കുകയും ചെയ്തു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നത്. അവനെ പേടിക്കുന്ന അവനെ ആര് പേടിക്കാൻ? അത് പക്ഷേ പിതാക്കന്മാരെ നേരെ മറ്റേ ഇക്കോട്ട് മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാവ് ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒന്നും പേടിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് പറയുന്നത്. മര്യാദക്കിരുന്നു, വൃത്തിയുടെ വർത്താനം പറയില്ല. നീ പറഞ്ഞേക്കാം, ജലീലിനോടെ പറയും നീ മര്യാദക്കിരുന്നു, നിന്റെ നാവ് പിഴുതുകളായ ആളുണ്ടാവും. അല്ല ഞങ്ങളെ പൊട്ടന്മാരൊന്നുമില്ല, ഞങ്ങളങ്ങനെ പാവകളാന്ന്. മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തിൽ, മതേതര രാജ്യത്തിൽ വളരെ മാന്യമായി എല്ലാവരും ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ജലീലും ജീവിക്കണം. അങ്ങനെ നിന്റെ ഭീഷണിയും കൊണ്ട് നീ ഇങ്ങോട്ട് പോരരുത്, മര്യാദയ്ക്ക് പോവുക. ഞാൻ ഈരാറ്റോടെ മനസ്സിലാക്കി, ഈരാറ്റുവട്ടക്കാരനാന്ന് പറയുമ്പോൾ ആകെ 40,000 പോപ്പുലേഷൻ 39,000 28,000 മുകളിൽ 500 മുകളിലും മുസ്ലിങ്ങൾ മാത്രം ഉള്ളടത്ത് ജീവിക്കുന്നവൻ. മനസ്സിലായോ? മുഴുവൻ മുസ്ലിങ്ങളാ അതിനിടയ്ക്ക് ജീവിക്കുന്നവൻ. അല്ല നിന്നെ പോലെ അല്ല. എനിക്ക് മുസ്ലിങ്ങളായിട്ട് നല്ല ബന്ധം ഉണ്ടായിട്ട് ബന്ധം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. കഴിഞ്ഞ ഒരു ഇലക്ഷൻ മുസ്ലിങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു, ഇനി ധരിപ്പിച്ച് നടക്കല. അവരൊക്കെ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ജലീലിന് ഈ മറുപടി അത്യാവശ്യം തൃപ്തികരമാണെന്ന് കരുതിയെങ്കിലും PC വിടാൻ ഭാവമില്ലായിരുന്നു. ജനം TVയിൽ നിർത്തിയതിൻ്റെ ബാക്കിയായി ഷെഖൈന ബിഗ് ഡിബേറ്റ് നടത്തിയ ചർച്ചയിൽ തുടർന്ന് PC വെളിപ്പെടുത്തിയത് ക്രൈസ്തവർ നേരിടുന്ന യഥാർത്ഥ വർത്തമാനകാല പ്രതിസന്ധികളായിരുന്നു. പിതാക്കന്മാർ മിണ്ടിയാലോട്ട് തലയിലോട്ട് കയറുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തിച്ചേ പറ്റൂ. ഞാൻ ഓർക്കായിരുന്നു നമ്മുടെ പാലാ പിതാവ് കൊറലങ്ങാട് പള്ളിയിൽ, ആ പള്ളിയിൽ വെച്ച് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ലവ് ജിഹാദ് ഉണ്ട്, ലവ് ജിഹാദ് പോലെ തന്നെ മയക്കുമരുന്ന് വ്യാപ്യം ഉണ്ട്. നിങ്ങൾ ഇതിൽ അടിപ്പെടാതെ മക്കളെ ജീവിക്കണം, കാരണന്മാർ ശ്രദ്ധിക്കണം, നിങ്ങൾ പെൺകുട്ടികളും പാൺകുട്ടികളും ഇരിക്കാം, നിങ്ങൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പ്രസംഗിച്ച്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അരമനയിലോട്ട് 3000 എണ്ണ പോയേ. മനസ്സിലായില്ലേ? ആര്? ISIക്കാരല്ലേ പോയത്? ഇവിടെ മുസ്ലിം വിരുദ്ധത പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ത്യൻ ദേശീയതയിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരെ ഒക്കെ അപമാനിക്കുന്ന രീതിയിലേക്ക് ISIയും നമ്മുടെ KTLയിൽ ആരാള്, അയാൾ ആരാളെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ പറ്റി വർത്താനം. ഞാൻ അയാളെ പറ്റി അയാൾ പറഞ്ഞതിന് മറുപടി പറയുന്നത് തന്തയ്ക്ക് പറഞ്ഞു, ഞാൻ അത് പറയുന്നില്ല, എന്റെ മര്യാദ കൊണ്ട്. അവരയാളുടെ പിതാവിനെ അങ്ങ് തിന്നുകളെ, ഇവരെ കാല് വിട്ടു. ആ പിതാവിന്റെ കഴുത്ത് വിട്ടുന്നല്ലേ പറഞ്ഞത്, ഇവരെ കാല് വിട്ടുകയില്ല. അതിന് മുമ്പ് അംശം അതിന് പേടി വല്ലതും ഉണ്ടോ? അതൊന്നും നമ്മൾ പറയാത്ത എന്താന്ന് വെച്ചാൽ മര്യാദയല്ലാത്തതുകൊണ്ട്. അതൊന്നും അല്ല സംസാര ഭാഷ. ഇവിടെ ഏതെങ്കിലും കർഷകൻ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നുണ്ടോ? ഇന്ന് കടമെടുത്തവനെല്ലാം ആത്മഹത്യയുടെ പക്കത്തല്ലേ? ഏത് മേഖലയെടുത്ത് പരിശോധിച്ചോളൂ. സഹകരണ ബാങ്കിലെ ഞാൻ ഒറ്റ എണ്ണം പറയാം. ഈരാറ്റുപേട്ടിൽ ഒരു വക്കീല്, ആ വക്കീൽ ആരാന്ന് വെച്ചാൽ കഴിഞ്ഞ 2016 എനിക്കെതിരായിട്ട് ഇരുന്ന സ്ഥാനാർത്ഥിയാ മോഹൻ തോമസ്. അവനോട് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു ഈ കാര്യങ്ങൾ സംബന്ധിച്ച്. അവൻ എന്നോട് സ്നേഹം, എന്റെ ഒരു അനിയനെപ്പോഴാണ്, അവൻ തോറ്റനും എനിക്ക് എതിരൊന്നുമില്ല. അവൻ എന്നോട് പറഞ്ഞത് 398 99 കേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏത്? ഈയനം കേസുകൾ മാത്രം. ആത്മഹത്യയുടെ പക്കത്തേക്ക് രക്ഷിക്കാൻ വേണ്ടി അവൻ കോടതി കൊടുത്ത കേസിലെ എണ്ണം 399 98. ഒന്ന് ആലോചിച്ച്. അതായത് ആത്മഹത്യയിലേക്ക് പോയി കഴിഞ്ഞു മനുഷ്യൻ. ഇതൊന്നും എങ്ങനെ രക്ഷിക്കും? ഇവിടെ ആകെ ഈ നില പോയാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 1,60,000 ആളുകൾ ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞാൽ കേരളം വിട്ടുപോയി കഴിഞ്ഞു.
ഇത് എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നുള്ളതുകൊണ്ട് നിവൃത്തിയിലായിട്ട്. ശ്രീ പി.സി. ജോർജ്, അതായത് കേരളത്തിലെ ക്രൈസ്തവർക്ക് മാത്രമല്ല ഒരു സമുദായത്തിനും ഇനി ഒരു ഇടതിനിലും വലതിനിലും ഇനി പ്രതീക്ഷ അർപ്പിക്കേണ്ട എന്നൊരു കാര്യമാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അതെ, ഇത് ഇടതും കണക്കാ വലതും കണക്കാ, രണ്ടും നമ്മളെ ഉപേക്ഷിച്ചിരിക്കുന്നു. മോദിയുടെ കാലത്തെ റബ്ബറിന്റെ മൂല്യമായ 300 രൂപ വാങ്ങാൻ ക്രൈസ്തവരുടെ കഴുത്തിൽ തലയുണ്ടാവില്ലെന്ന് തട്ടിമൂളിച്ച ഈ മഹാൻ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യാളായി ഇരുന്നു കൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന ഈ കലാപകാരിയെ പൊതിഞ്ഞു പിടിക്കുന്ന പിണറായി വിജയൻ തീവ്രവാദത്തിനും കലാപത്തിനും കുടപിടിക്കുകയല്ലേ വാസ്തവത്തിൽ ചെയ്യുന്നത്? കലാപകാരിയായ ഈ ക്രിമിനലിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കി ഇവനെ തുറുങ്കിലടയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുസ്ലിം തീവ്രവാദികളല്ലാതെ ആരാണ് വാസ്തവത്തിൽ ലോകത്തിൽ ഇതുവരെ ക്രൈസ്തവരുടെ കഴുത്ത് വെട്ടിയിട്ടുള്ളത്? IS-ന്റെ സ്ഥിരം കലാപരിപാടിയായ ഈ കഴുത്തറക്കലും ജലീലിന്റെ കഴുത്തറക്കലുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. MLA എന്ന ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജലീലിൽ നിന്നും ഇത്തരം ബോധപൂർവമായ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടകരമാണ്. ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത മുൻ SP ജോർജ് ജോസഫ് പറഞ്ഞത് കേൾക്കുക. A.J. ജലീൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു സമുദായത്തിന്റെ ഒരു ബിഷപ്പിന്റെ തല കാണില്ലെന്ന് പറഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യണം? കൃത്യമായി കേസെടുക്കണ്ടേ? അപ്പൊ അതിന് ഒരു സോമോട്ട കേസല്ലേ എടുക്കുന്നത്? ഇവിടെ സ്വപ്ന സുരേഷും വിജേഷ് പിള്ളയും കൂടെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് രണ്ടുപേർക്കെതിരായി കേരളത്തിൽ സോമോട്ട കേസെടുത്തതാണ്. ഒരു പാർട്ടിക്കാരന്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറിന്റെ മൊഴി വാങ്ങിച്ചു. എത്ര സോമോട്ട കേസ്? A.J. ജലീൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരു MLA, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ചേക്കേറിയിരിക്കുന്ന ഒരു വ്യക്തി, ഒരു പിതാവിന്റെ തല കാണില്ല എന്ന് പറഞ്ഞാൽ സോമോട്ടായിട്ട് കേസ് ഹോം മിനിസ്ട്രി എടുത്തിരിക്കണം. അതിന് യാതൊരു സംശയമില്ല, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്യുന്നില്ല. ഇതുവരെ അത് കേസ് എടുത്തിട്ട് കാണുന്നില്ല. അത് ഇനി അങ്ങോട്ട് പ്രസ്താവിക്കൊന്നും വേണ്ട. A.J. ജലീലിന്റെ വ്യാമോഹം ഒന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. നിലനിൽപ്പിന് വേണ്ടി ചമപ്പിൽ മുങ്ങി നിറം മാറിയെങ്കിലും തീവ്രവാദി കുറുക്കന്മാരുടെ വർഗീയ കൂവൽ കേട്ടാൽ തിരിച്ച് തനിക്കുണം പുറത്തെടുത്ത് നീട്ടി ഓരിയിടുന്ന ജലീൽ എന്ന ജംബുകനോട് ഒന്നേ പറയാനുള്ളൂ: ജീവിക്കുന്ന രാജ്യത്തോടും ജീവനുള്ള ദൈവത്തോടുമുള്ള കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിച്ച് ജീവിക്കുന്നവരാണ് ക്രൈസ്തവ സമൂഹം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇത്തിൽ കണ്ണികളുടെ ഒരു ഉപദേശവും വേണ്ട. തികഞ്ഞ ആർജവത്തോടെ പാംപ്ലാനി പിതാവ് നടത്തിയ പ്രസ്താവനയുടെ പേരിൽ ക്രൈസ്തവരുടെ മുഴുവൻ തലയെടുക്കാനാണ് തീവ്രവാദിയായ ജലീൽ ഒരുമ്പെടുന്നതെങ്കിൽ അതിനുള്ള മറുപടി പോസിറ്റീവ് ടോക്കിലൂടെ ഫാദർ ജോൺസൺ പാലപ്പള്ളി നൽകുന്നുണ്ട്. തുർക്കിയിലും ഇറാഖിലും സിറിയയിലുമൊക്കെ ഇപ്പോഴും ഉടലും തലയും വേർപെടുമ്പോഴും ഭയപ്പെടാത്ത ഒരു വർത്തമാനകാലവും ക്രിസ്ത്യാനിക്കുണ്ട്. വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ, 2047 ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് ആരുടെയൊക്കെ ഉടലിനുമേൽ തലയുണ്ടാകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി. ഇത് സിറിയയല്ല, ഇത് തുർക്കിയല്ല, ഇത് ഇറാഖല്ല, ഇത് ഇന്ത്യയാണ്. 2047 ശേഷം ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടവരുടെ ഇന്ത്യയെ സ്വപ്നം കണ്ടവരൊക്കെ ഇന്ന് തീഹാർ ജയിലിലെ സിമന്റ് തറയിൽ തങ്ങളുടെ സ്വപ്നങ്ങളുമായി സന്ധി സംഭാഷണത്തിലാണ്. ഒരു മെത്രാന്റെ ഉടലിന്റെ മുകളിലെ തലയെക്കുറിച്ച് ആകലപ്പെടുന്നതിന് മുമ്പ് തീഹാർ ജയിലിൽ അന്തിയുറങ്ങാൻ വിധിക്കപ്പെട്ടവരെ കുറിച്ച് ആകലപ്പെടുക. താങ്കൾ ഇപ്പോൾ താൽക്കാലികമായി അഭയം തേടിയിരിക്കുന്നത് ചെങ്കൊടി തണലിലാണ്. എങ്കിലും താങ്കളെ സഖാവ് എന്ന് വിളിക്കുവാൻ മനസ്സ് അനുവദിക്കുകയില്ല. കാരണം ഒരു നല്ല സഖാവിന് മനസാക്ഷിയുണ്ട്. നീലവെള്ളത്തിൽ ചാടിയ കുറുക്കൻ ചുവന്ന കൂടാരത്തിൽ അഭയം തേടിയാലും ഇടയ്ക്കൊക്കെ സ്വന്തം സ്വരം പുറപ്പെടുവിക്കും. ഒരു പഴയ സിമി പ്രവർത്തകന്റെ ഓരിയിടൽ മാത്രമായി ഈ തലപ്രയോഗത്തെ പ്രബുദ്ധ കേരളം നോക്കിക്കാണുന്നു. റബ്ബറിന് ന്യായമായ വില വേണം എന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോട് തിരഞ്ഞെടുപ്പ് ഭാഷയിൽ ഒരു മെത്രാൻ ആവശ്യപ്പെട്ടത് ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്ന പാവപ്പെട്ട കർഷകർക്ക് വേണ്ടിയാണ്. റബ്ബറിന് 300 രൂപ വന്നാലും ഉടലിന് മുകളിൽ തലയുള്ള കർഷകരാരും ആ പണം വാങ്ങുവാൻ ഇവിടെ ഉണ്ടാവില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അഥവാ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിവെച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകർ വരും നാളുകളെ സ്വീകരിക്കുവാൻ ഒരുങ്ങുക എന്ന മുന്നറിയിപ്പും താങ്കളുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഏതായാലും പാംപ്ലാനി പിതാവിന്റെ വാക്കുകൾ കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു. കേരള രാഷ്ട്രീയത്തിലെ അധികായന്മാർ പ്രതിരോധത്തിനും സമവായത്തിനുമായി വിറളി പൂണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പാച്ചില് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടുത്ത ആരോപണങ്ങളുടെ സമ്മർദ്ദത്തിൽ നീങ്ങുന്ന മുഖ്യമന്ത്രി ഒടുവിൽ തിരുവായി മൊഴിയുകയുണ്ടായി. ഏതെങ്കിലും അവസരവാദികളായ ചില ആളുകളെ സുഖിപ്പിക്കുന്ന വർത്തമാനത്തിന് കിട്ടുമെന്നുള്ളത് കൊണ്ട്
അതാണ് കേരളത്തിന്റെ പൊതുവികാരമെന്ന് സംഘപരിവാറോ സംഘപരിവാറിന്റെ നേതാക്കളോ തെറ്റിദ്ധരിക്കേണ്ട. പിണറായി പറഞ്ഞതുപോലെ പാംബ്ലാനി പിതാവ് അവസരവാദി തന്നെയാണ്. തൻ്റെ ജനത്തിനു വേണ്ടി അവരുടെ പ്രതിസന്ധികളിൽ അവരുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന അവസരവാദി തന്നെയാണ് അദ്ദേഹം. പിണറായി പറഞ്ഞതിനെ വളരെ പോസിറ്റീവായിട്ടെടുക്കാനാണ് പിതാവിന് താല്പര്യമെന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത് ഫാദർ ജോൺസൺ പാലപ്പള്ളി അഭിപ്രായപ്പെടുകയുണ്ടായി. എന്നാൽ യഥാർത്ഥ അവസരവാദി ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. വലിയ തോതിൽ മതേതര ജനാധിപത്യ സ്റ്റണ്ടുകൾ മുഴക്കിയിട്ടും കഴിഞ്ഞ 6 വർഷങ്ങളായി ഇസ്ലാമിക സമൂഹത്തെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രീണിപ്പിച്ച് ഒപ്പം നിർത്തുകയാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലബാർ മേഖലകളിൽ കൊടിയുടെയും നോട്ടീസുകളുടെയും നിറം മാറ്റിയും പാർട്ടി സമ്മേളന സദസ്സിനെ 2ആയി മറച്ചും വിപ്ലവ ഗാനത്തിന് പകരം സമ്മേളനങ്ങളിൽ മാപ്പിളപ്പാട്ട് പാടിയും ഇസ്ലാമിക സമുദായത്തെ സുഖിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. മദ്രസകളിൽ മതം പഠിപ്പിക്കുന്നവർക്ക് പൊതുഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തും ന്യൂനപക്ഷ ക്ഷേമമെന്നാൽ മുസ്ലിങ്ങളുടെ ക്ഷേമം മാത്രമാണെന്നുള്ള മട്ടിൽ പദ്ധതികൾ കൈയടക്കാൻ അവസരം കൊടുത്തും മുസ്ലിം മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളുടെ കീഴിൽ അവരുടെ ബന്ധുക്കളെ കുത്തി നിറച്ചും എന്തിനധികം ആഹാരത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഒക്കെ പേരിൽ വിവാദമുണ്ടാക്കി ഇസ്ലാമിക അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് പിന്തുണ നൽകുന്നതും ആരാണെന്ന് പൊതുസമൂഹത്തിനറിയാം. അതുകൊണ്ട് അവസരവാദി ആരാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ വിഷയം ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് സെൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാചകത്തെ അല്ലെങ്കിൽ ഒരു പ്രയോഗത്തെ പിതാവ് അതൊരു പോസിറ്റീവായിട്ട് എടുത്തു എന്ന് വേണം നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട്. കേരളത്തിൽ റബ്ബർ കൃഷി ആദ്യമായിട്ട് വന്നത് 1902 മർഫി സാഹിബ് കോതമംഗലത്തടുത്തുള്ള തട്ടക്കാട് എന്ന പ്രദേശത്താണ് ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ചത്. റബ്ബർ കൃഷി ആരംഭിച്ചതിന് ശേഷം 122 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 122 വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും ഇതുവരെ ഒരിക്കൽ പോലും റബ്ബർ കർഷകരുടെ ആകുലതകൾ ഇതുവരെ ഒരിക്കലും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ, രാഷ്ട്രീയ സമൂഹത്തിൽ ഇത്രമാത്രം ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വിധേയമായിട്ടില്ല. പുതുതായിട്ട് ഉടലെടുത്തിരിക്കുന്ന ഈ പൊളിറ്റിക്സിനെ വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് റബ്ബർ പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സാധ്യതമായത്? അഭിവന്ധ്യ പാംബ്ലാനി പിതാവിന്റെ അവസരത്തിനൊത്തുള്ള ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിലുള്ള ഒരു നമ്മൾ കേരള രാഷ്ട്രീയത്തെ തന്നെ റബ്ബർ മരത്തിന് ചുറ്റും കെട്ടിയിടാനായിട്ട് സാധിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എന്താ അഭിവന്ധ്യ പിതാവ് പറഞ്ഞു? രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായിട്ട് അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല. ഏതെങ്കിലും മതവിഭാഗത്തിലെ വിശ്വാസ സംഹിതയ്ക്കെതിരായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നേരെയുള്ള കലാപാഹ്വാനമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ ബൃന്ദവും പതിറ്റാണ്ടുകളായി ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന, ആരും ചോദിക്കാനില്ലാത്ത, സംഘടനാ ശേഷിയില്ലാത്ത ഒരു ജനസമൂഹത്തിന് വേണ്ടിയിട്ട് പിതാവ് ശബ്ദമുയർത്തുമ്പോൾ ആ ശബ്ദത്തെ അവസരവാദമെന്നും അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കാനും ശ്രമിക്കുന്നവർ നമുക്ക് 4 നേരം അന്നം തരുന്ന കർഷകന്റെ കഞ്ഞിയിൽ മണ്ണുവാടിയിരിക്കുകയാണ് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് പറയും. അതിനെയൊക്കെ ഈ അവസരവാദം എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിനൊക്കെ ഇത്തരത്തിലുള്ള ഉന്നതമായ അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ആയിട്ടിരിക്കാനായിട്ട് എന്ത് യോഗ്യത ആണ് ഉള്ളത് എന്ന് എനിക്ക് ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും പാംബ്ലാനി എഫക്റ്റ് നന്നായിട്ടേറ്റു. റബ്ബർ കർഷകന് കിട്ടാനുള്ള വില സ്ഥിരത ഫണ്ട് കുടിശ്ശിക എല്ലാവരുടെയും അക്കൗണ്ടിൽ നിമിഷങ്ങൾക്കുള്ളിൽ ക്രെഡിറ്റായി. സർക്കാർ നീക്കിവെച്ചത് 500 കോടി ആയിരുന്നെങ്കിലും 24 കോടി രൂപയോളം അപ്പോൾ തന്നെ വിതരണം ചെയ്തു. ഇത്രനാളും കൊടുക്കാതെ പൂഴ്ത്തി വെച്ചത് പാംബ്ലാനി പിതാവിൻ്റെ തീ തുപ്പുന്ന ഒറ്റ പ്രസ്താവനയോടെ ചുവപ്പ് നാട താനെ അഴിഞ്ഞു വീണു. സഖാക്കൾ പുറമെ വലിയ ഡയലോഗൊക്കെ തള്ളിയെങ്കിലും കളി കാര്യമാകുമെന്ന് സർക്കാരിന് മനസ്സിലായിടത്താണ് പാംബ്ലാനി പിതാവിൻ്റെ പ്രസ്താവനയുടെ പ്രകരശേഷിയിരിക്കുന്നത്. VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ടവനായ കച്ചവടക്കാരനാണ് ഫാരിസ് അബൂബക്കർ എന്ന വിവാദ പുരുഷൻ. ഇതര ബിസിനസ് മാഗ്നറ്റുകളെ പോലെ കച്ചവടം ചെയ്തല്ല, മറിച്ച് കള്ളപ്പണ ഇടപാടുകളിലൂടെയാണ് ഇയാൾ കോടീശ്വരനായത് എന്നാണ് പലരും ആരോപിക്കുന്നത്. ഹീനമായ വ്യാപാരങ്ങളുമായി നീങ്ങുന്ന ഇയാൾ സിംഗപ്പൂരിൽ തൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയെങ്കിലും അവിടെ നിന്ന് മുങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കങ്ങൾക്കും
കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ആത്മീയ നേതൃത്വങ്ങളും ഒപ്പം നിന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിണറായി അച്യുതാനന്ദൻ പോര് നടക്കുന്ന കാലത്ത് ദേശാഭിമാനിയെ പോലും വെല്ലുന്ന വിധത്തിൽ അച്യുതാനന്ദനെതിരെ വാർത്തകൾ നൽകാൻ ദീപിക പത്രം തയ്യാറായത് ഇത്തരം ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമായിരുന്നു. ഏതായാലും ED ഇപ്പോൾ ഫാരീസ് അബൂബക്കറിനെയും പൊക്കിയിരിക്കുകയാണ്. ഫാരീസിനെതിരെയുള്ള അന്വേഷണവുമായി ED മുൻപോട്ട് പോകുമ്പോൾ സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും സമുദായത്തിലെയും പലരുടെയും തലകൾ ഉരുളുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അരിക്കൊമ്പനെ പിടിക്കാനുള്ള ദൗത്യത്തിന് തൽക്കാലം കോടതി സ്റ്റേ കൽപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യജീവന് പുല്ല് വില കൽപ്പിക്കുകയും പട്ടിക്കും പാമ്പിനും പൊന്നും വില കൽപ്പിക്കുകയും ചെയ്യുന്ന മൃഗസ്നേഹികളുടെ പിന്നിൽ കളിക്കുന്ന ശക്തികളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ അരിക്കൊമ്പനേക്കാൾ വലിയ കൊമ്പന്മാർ നാട്ടിൽ സ്വൈരവിഹാരം നടത്തി നാട് നശിപ്പിക്കുമ്പോൾ അരിക്കൊമ്പനൊക്കെ എന്ത്? നാട് മുടിപ്പിക്കുന്ന കൊമ്പന്മാരുടെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ന്യൂസ് കാൻ വീണ്ടും ഇതേ ദിവസം ഇതേ സമയം.